മാധു കൂടി ചേരുന്നുണ്ട്, പിരായിരിയിലാണെന്ന് കരുതുന്നു. മാധു, എങ്ങനെയാണ് അവിടെ? നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നോ? ഇടയ്ക്ക് ഒരു അരമണിക്കൂറോളം തടസ്സപ്പെട്ടതായി നേരത്തെ മാധു പറഞ്ഞിരുന്നല്ലോ. ഇപ്പം എല്ലാം സുഗമമാണോ? ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ഇപ്പോൾ സമയം 12:30 ചൂട് കൂടി വരുന്ന സമയമാണ്. കുറച്ചൊരു മന്ദഗതി ആകേണ്ട ഒരു സമയമാണ് സാധാരണഗതിയിൽ. ഞാനിവിടെ പിരായിരിയിൽ നിന്ന് തിരിച്ച് മൂത്താന്തറയിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ 7 മണി മുതൽ ഇവിടെ നിന്നാണ് ലൈവ് നൽകിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് പിരായിരിയിലെ 122 നമ്പർ ബൂത്തിൽ അവിടെ മെഷീൻ തകരാറിനെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു എന്ന വാർത്തകൾ വരികയും നമ്മൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഞാൻ വീണ്ടും മൂത്താന്തറയിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം 56, 57, 58 ബൂത്തുകളാണുള്ളത്. ഇവിടെ ആ ബൂത്തുകളിൽ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 58 നമ്പർ പോളിംഗ് ബൂത്തിൽ മാത്രമാണ് ഉച്ചയോടടുത്ത് ഈ സമയത്ത് തീരെ ആളുകളുടെ ക്യൂ ഇല്ലാത്തത്. മറ്റ് എല്ലായിടത്തും തന്നെ 56-ലും 57-ലും അത്യാവശ്യം നല്ല നിര തന്നെ വോട്ട് ചെയ്യാനുണ്ട്. 40% മുകളിലാണ് ഈ 3 ബൂത്തുകളിലും പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ചിത്രം. അതായത് 1000-ന് മുകളിൽ 3025 വോട്ടുകളാണ് ഈ 3 ബൂത്തുകളിലായി ആകെയുള്ളത്. 1000-ന് മുകളിൽ വോട്ടുകൾ ഓരോ ബൂത്തിലുമുണ്ട്. അതിൽ കൃത്യമായ ഒരു 400-ന് മുകളിലുള്ള വോട്ടുകൾ എല്ലാ ബൂത്തിലും തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഉച്ചയുടെ അടുത്ത സമയമായതുകൊണ്ട് തന്നെ തിരക്ക് കുറയുന്ന ഒരു സമയമാണ്. പക്ഷേ ഈ 2 ബൂത്തുകളിലില്ല. 58 നമ്പർ ബൂത്തിൽ തിരക്ക് കുറവുമാണ്. എന്തായാലും ഈ 2 ബൂത്തുകളിൽ അങ്ങനെ തിരക്ക് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. രാവിലെ 7 മണി മുതൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ള തിരക്ക് അങ്ങനെ തന്നെയുണ്ട്. 56 നമ്പർ ബൂത്തിലാണ് നീണ്ട നിര നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കണ്ണകയമ്മൻ സ്കൂളാണ്, ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിൻ്റെ ഈ 3 വശങ്ങളിലായാണ് 3 ബൂത്തുകളും ക്രമീകരിച്ചിരിക്കുന്നത്. ആ ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു നിര നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെയും എൻ്റെ ഇടതുഭാഗത്ത് ആയിട്ടാണ് 58 നമ്പർ ബൂത്ത്. അവിടെയാണ് ആൾ കുറവുള്ളത്. എന്നിരുന്നാലും 40% മുകളിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് വോട്ടേഴ്സിനോട് കൂടി ചോദിക്കാം. ചേട്ടാ, ഇവിടെ തിരക്കുണ്ടോ? എങ്ങനെയാണ് വോട്ടൊക്കെ? അത്യാവശ്യം തിരക്ക് കമ്മിയാണ് ഇപ്പോൾ. ആണല്ലേ? ഇവിടെ ഒരു സ്ട്രോങ് ഹോൾഡ് ബിജെപിയുടെ വോട്ടുകൾ തന്നെയാണോ? അത്യാവശ്യം ബിജെപി തന്നെ ആണല്ലേ? ചേട്ടാ, എങ്ങനെയാ ഇത്തവണത്തെ ഒരു വിജയ പ്രതീക്ഷ? പറയാൻ പറ്റില്ല. ആര് ജയിക്കുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നല്ല കോമ്പറ്റീഷനാണ്. നല്ല കോമ്പറ്റീഷനാണ്. ശരി, ചേട്ടാ വോട്ട് ചെയ്തോ? ഇല്ല, ഐഡന്റിറ്റി കാർഡ് വേണം പറഞ്ഞു. ആണല്ലേ? എടുക്കാൻ പോവാ. ശരി. അപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് തിരികെ പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ബിജെപിയുടെ ഒരു സ്ട്രോങ് ഹോൾഡാണ്. രാവിലെ മുതൽ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ ഓരോ വോട്ടും ബിജെപിക്ക് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിനിടയിൽ പരമ്പരാഗതമായത് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രമുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകൾ കൂടി ചില കുടുംബങ്ങളുടെയൊക്കെ ഇവിടെ ഉണ്ട്. അത് കൃത്യമായി കോൺഗ്രസിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പരമ്പരാഗതമായ കമ്മ്യൂണിസ്റ്റ് കുടുംബാംഗങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ വോട്ടുകൾ കൂടി അവരുടെയും ഉറപ്പിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. നമ്മൾ വരുമ്പോൾ ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാതയിൽ കൃത്യമായി വീൽ ചെയറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ ഞാനിവിടെ ഒരു അരമണിക്കൂർ നിന്ന സമയത്തിനുള്ളിൽ തന്നെ 5 or 6 പേരെ വീൽ ചെയറിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാനുള്ള നടപടികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഓരോ വോട്ടും ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ആളുകളുടെ വോട്ടാണ് എങ്കിൽ പോലും അത് കൃത്യമായി പോൾ ചെയ്യണം എന്ന നിർബന്ധ ബുദ്ധിയോടെയുള്ള നടപടികൾ ഇവിടെ പൂർത്തീകരിക്കുന്നുണ്ട് എല്ലാവരും എന്നുള്ളതാണ്. ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ പാർട്ടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വീട്ടിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് തുടരുന്നവരുണ്ടെങ്കിൽ അവരുടെ അടക്കം വോട്ടുകൾ കിട്ടണം എന്നുള്ളതാണ് ആവശ്യം. നമുക്ക് ചോദിക്കാം. മാധുവാണ് മൂത്താന്തറയിൽ നിന്നുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും നമ്മളിലേക്ക് എത്തിച്ചത്. മാധു പറയുന്നത് പോലെ മാധു നിൽക്കുന്ന ആ ബൂത്തിൽ കൃത്യമായി തന്നെ വലിയ ആൾത്തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലത്തെ പോളിംഗ് ശതമാനം അത് 33.74%. കൃത്യമായ കണക്ക്. അതായത് ആദ്യം ഒരു മന്ദഗതിയിലേക്ക് പോയിരുന്നു 10 മണി കഴിഞ്ഞതും. പക്ഷെ പിന്നീട് വീണ്ടും ഇപ്പോൾ പോളിംഗ് ശതമാനം പയ്യെ ഉയരുന്നൊരു കാഴ്ചയിലേക്കാണ് വരുന്നത് പാലക്കാട്. എന്തായാലും ചില പരാതികൾ ചില ഭാഗങ്ങളിൽ നിന്ന് കേട്ടുവെങ്കിലും സ്വതവേ ഒരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആളുകൾ അവരുടെ ജനസമ്മതി അവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്.